ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റോക്ക് എഡ്ജ് ആപ്ലിക്കേഷനിലെ ഒരു ഫംഗ്ഷൻ നമുക്ക് സ്വിംഗ് ട്രേഡിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ നല്ലൊരു ഫംഗ്ഷനായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളൊന്ന് വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കാണണം കേട്ടോ. സ്റ്റോക്ക് എഡ്ജ് ആപ്ലിക്കേഷൻ്റെ ഹോം പേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഈ അനലിറ്റിക്സ് എന്ന് പറഞ്ഞ ഭാഗത്ത് ഞാൻ ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് ഇവിടെ കാണാം സ്കാൻ എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ ഇവിടെ കാണാം. സ്കാൻ കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് കാണാം സ്കാൻ എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. സ്കാൻ കണ്ടോ, ഇവിടെ സ്കാൻ കണ്ടോ, ഈ സ്കാൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. നമ്മളത് ക്ലിക്ക് ചെയ്തു. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ വോളിയം ആൻഡ് ഡെലിവറി സ്കാൻ എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യാം, വോളിയം ആൻഡ് ഡെലിവറി സ്കാൻ്റെ ഇവിടെ നമ്മൾ ക്ലിക്കാവും. അതിനുശേഷം നമുക്ക് കാണാം ഇവിടെ ഹൈ ഡെലിവറി പെർസെൻറ്റ് വന്നിരിക്കുന്ന സ്റ്റോക്കുകൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ കാണാം ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതി കണ്ട ഹൈ ഡെലിവറി പെർസെൻറ്റ് കഴിഞ്ഞ 10-ാം തീയതി ഹൈ ഡെലിവറി പെർസെൻറ്റ് വന്നിരിക്കുന്ന സ്റ്റോക്കുകളാണ്. അതായത് ഹൈ ഡെലിവറി പെർസെൻറ്റ് കൂടി വന്നിരിക്കുന്ന സ്റ്റോക്കുകൾ. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് അതിൽ ഒരു സെലക്ട് ഇപ്പോൾ AKZ അക്സോ ഇന്ത്യ എന്ന് പറഞ്ഞ സ്റ്റോക്ക് പോകുന്നുണ്ട്. അക്സോ നോബൽ ഇന്ത്യ. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഈ സ്റ്റോക്കിൽ കഴിഞ്ഞ 6-ാം തീയതി നമ്മളോട് നോക്കുമ്പോൾ കാണാം 6-ാം തീയതി നമുക്ക് 64%, 8-ാം തീയതി 75%, 9-ാം തീയതി 79%, 10-ാം തീയതി 95% ഡെലിവറിയാണ് ഈ സ്റ്റോക്കിൽ വന്നിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് കാണാം 95% ഡെലിവറിയാണ് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിൽ വന്നിരിക്കുന്നത്. അതുപോലെ നമുക്കവിടെ വീക്കിലി നമുക്ക് ചെക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. വീക്കിലി ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വീക്കിലിയുള്ള ഓപ്ഷൻ നമുക്കിത് കാണാം. വീക്കിലി കണ്ടോ, വീക്കിലിയും വന്നിരിക്കുന്നത് 87%. അതായത് കഴിഞ്ഞ 5-ാം തീയതി തുടങ്ങി 11-ാം തീയതി വരെ 87% ഡെലിവറിയാണ് ആ സ്റ്റോക്കിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ആ സ്റ്റോക്കിൽ 10 രൂപ മൂവ് ചെയ്തിട്ടുള്ള മൂവിങ് തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ സ്റ്റോക്കിൻ്റെ. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചാർട്ടൊക്കെ ഒന്ന് എടുത്ത് നോക്കുവാണെന്നുണ്ടെങ്കിൽ കാണാം. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ കാണാം ഇത് ഈ സ്റ്റോക്കിൻ്റെ ഇതൊരു നല്ലൊരു അപ് ട്രെൻഡിലേക്ക് വരുന്നതാണ് ഈ സ്റ്റോക്ക്. കാണാം ഇപ്പോൾ നമ്മൾ ചാർട്ട് നോക്കിയിട്ട് ഇപ്പോൾ ഡൗൺ ട്രെൻഡിൽ കിടക്കുന്ന സ്റ്റോക്കാണ്. ഇത് ഡൗൺ ട്രെൻഡിൽ നിന്ന് അപ് ട്രെൻഡിലേക്ക് വരും നല്ലൊരു വോളിയം. കണ്ടോ, കഴിഞ്ഞ ഒരു വീക്കിൽ നല്ല വോളിയം കയറി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ RSI ഒക്കെ ഒന്ന് അപ് ട്രെൻഡിലേക്ക് വരുന്നേ ഉള്ളൂ. അപ്പോൾ അതുപോലെ നമുക്ക് ഇതുപോലെ ഒത്തിരി സ്റ്റോക്കുകളുണ്ട് കേട്ടോ. ഇപ്പോൾ എന്താണ് GAR ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഗാർവെയർ ടെക്നിക്കൽ ഫൈബേഴ്സ് എന്ന് പറഞ്ഞൊരു സ്റ്റോക്ക്. അത് ജസ്റ്റ് നമുക്ക് നോക്കാം. അടുത്ത സ്റ്റോക്ക് അതിൻ്റെ ഡെലിവറി നിങ്ങൾ നോക്കിയേ. കഴിഞ്ഞ 9-ാം തീയതി 10-ാം തീയതി 85%, 92%-ത്തിനടുത്ത് ഡെലിവറിയാണ് ഈ സ്റ്റോക്കിൽ വന്നത്. കണ്ടോ, ഈ രണ്ട് ഡെലിവറി നിങ്ങൾ നോക്കി. അതിന് മുമ്പ് 62%, 53%, 49% ഉള്ളൂ. പക്ഷേ 9-ാം തീയതി 10-ാം തീയതി നിങ്ങൾ ശ്രദ്ധിച്ചോ, 85-92% ഡെലിവറിയാണ് ഈ സ്റ്റോക്കിൽ വന്നിരിക്കുന്നത്. കണ്ടോ, അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആ സ്റ്റോക്കിൽ സംതിങ് ഫിഷി. കാരണം വെച്ചാൽ ഏതെങ്കിലും നല്ല വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസോ കാര്യങ്ങളോ വരുമ്പോഴാണ് ഇത്ര വലിയ ഡെലിവറി ക്വാണ്ടിറ്റി വരുന്നത്. ഡെലിവറി എടുത്ത് അവരതിൽ സൂക്ഷിക്കുമ്പോഴാണ് ഡെലിവറി ക്വാണ്ടിറ്റി വരുന്നത്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ജസ്റ്റ് ഇതിൻ്റെ ചാർട്ടൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഇതും ഒരു